മനുഷ്യ സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, അനുകമ്പയുടെ ജീവിത സാക്ഷ്യമായി ആതുര സേവനത്തിലൂടെ സുവിശേഷത്തിന്റെ പ്രകാശം പകരുന്ന സമരിറ്റൻ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിന് സെന്റ് മേരീസ് യൂണിറ്റിന്റെ സ്നേഹോപഹാരം. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമാകുകയും നിസ്സഹായരുടെ കണ്ണീരിൽ പ്രത്യാശ തെളിയിക്കുകയും ചെയ്യുന്ന ആ കരുണയുടെ സ്പർശത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കരുണയുടെ കച്ച. നിക്ക ഇതുവരെ വന്നില്ലല്ലോ. റബേക്ക അമ്മായിയെ കാണണമെന്നും പറഞ്ഞ് രാവിലെ ഷാക്കിരീദ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പോയതാ. എന്നിട്ടിപ്പോൾ സിനഗോഗിൽ വിളക്കുമണി കൊട്ടാറായല്ലോ. എൻ്റെ യഹോവേ, ഈ കുട്ടിയെ കാണുന്നില്ലല്ലോ. ബെക്കനാഥോൻ ഇത്ര നേരം വൈകിക്കില്ല. ഇവളിതെവിടെ പോയോ എന്തോ. ഈ ഇടയായി പെണ്ണിനെ സർക്കിട്ട് ഇത്തിരി കൂടുന്നുണ്ട്. ഇമ്മ ഇമ്മ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, വട്ടായോ? ഇമ്മാതിരിയാണ് നിന്റെ പോക്കെങ്കിൽ എനിക്ക് ശരിക്കും വട്ടുപിടിക്കും. നീ എന്തത്ര നേരം വൈകിയത്? ഇമ്മ ക്ഷമിക്ക്, ഞാൻ ബെക്കമ്മയുടെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയതാ. പിന്നെ നീ എത്ര നേരം എവിടെയായിരുന്നു? തിരിച്ചു പോരുമ്പോൾ ബെത്സൈദായിലെ ആ വിജന പ്രദേശത്ത് യേശുവിന്റെ പ്രസംഗമുണ്ടായിരുന്നു. അത് കേട്ടിരുന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല. മോളെ, നമ്മുടെ പാരമ്പര്യങ്ങൾക്കും നിയമങ്ങൾക്കും എതിരായി പഠിപ്പിക്കുന്ന ആ നസ്രായന്റെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് അബ്ബയും ഞാനും എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളാണ് ഇമ്മ നിയമങ്ങൾ തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത്. ആ നസ്രായന്റെ വ്യാഖ്യാനങ്ങളാണ് എനിക്ക് ശരിയായി തോന്നുന്നത്. അപ്പോൾ നമ്മുടെ തോറായിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റ്, ആ തച്ചൻ്റെ മകൻ പറയുന്നതെല്ലാം ശരി. മോളെ നിക്ക, നിന്റെ അബ്ബ ഇത് കേൾക്കണ്ട. അബ്ബായും ഇത് കേൾക്കണം. ശരിക്കും അവൻ നമുക്കെതിരായല്ല സംസാരിക്കുന്നത്. അവൻ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, കരുണയാണ് പഠിപ്പിക്കുന്നത്. സ്നേഹവും കരുണയും എങ്ങനെ നമുക്കെതിരാകും? അവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, പാപികളോട് കരുണ കാണിക്കുന്നു. ഒട്ടും പഠിപ്പില്ലാത്ത മീൻപിടുത്തക്കാരും ചുങ്കക്കാരുമെല്ലാം അവൻ്റെ ചെപ്പടി വിദ്യ കണ്ട് മയങ്ങിപ്പോയിട്ടുണ്ടാകും. നീ അവരെ പോലെയാണോ മോളെ? സെൻഹദ്രീനിലെ ഒരു മുതിർന്ന അംഗത്തിന്റെ മകളാണ് നീ എന്ന കാര്യം മറക്കണ്ട. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ അമ്മയ്ക്ക് ചെപ്പടി വിദ്യകൾ. ഇന്ന് തന്നെ ബെത്സൈദായിലെ പ്രസംഗം കേൾക്കാൻ വന്ന 5000-ലധികം ജനതകൾക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് ആവോളം ഭക്ഷണം നൽകി. ഞാനും വയറ് നിറയെ കഴിച്ചു. സീസറിന് കപ്പം കൊടുക്കുന്നതിനെതിരെ അവൻ പ്രസംഗിച്ചെന്ന് കേട്ടു. രാജദ്രോഹത്തിന് റോമൻ ഭരണകൂടം അവനെ ശിക്ഷിക്കുമ്പോൾ ഈ അപ്പം തിന്നവരുടെയും അത് വിളമ്പിയവരുടെയും ഗതി എന്തായി തീരുമെന്ന് കണ്ടറിയാം. ഈ കിംവദന്തികളൊന്നും അമ്മ വിശ്വസിക്കരുത്. സീസറിന് കപ്പം കൊടുക്കണമോ എന്ന് അവനോട് അവർ ചോദിച്ചത് അവനെ കൊടുക്കാനായിരുന്നു അമ്മേ. പക്ഷെ അവന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ. ആ ഒരൊറ്റ മറുപടിയിൽ തന്നെ അവനെ കൊടുക്കാൻ വന്നവർ സ്വയം കുടുങ്ങിപ്പോയി. ആ തച്ചൻ്റെ മോനു വേണ്ടി വാദിച്ച് നീ അബ്ബയോട് മാത്രമല്ല യഹൂദ സമുദായത്തോട് മുഴുവൻ ഉത്തരം പറയേണ്ടി വരും. ഞാനല്ല ഉത്തരം പറയേണ്ടി വരിക. അവനെതിരെ കള്ളസാക്ഷ്യം പറയാൻ കൈക്കൂലി വാഗ്ദാനം ചെയ്ത ആളുകളെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന അബ്ബയായിരിക്കും അവസാനം യഹോവയുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരിക. അപ്പോൾ വരുവാനിരിക്കുന്ന രക്ഷകൻ അവനെന്നാണോ നീയും പറയുന്നത്? പുരുഷന്മാർക്ക് മാത്രം സിനഗോഗിൽ വെച്ച് പഠിപ്പിക്കുന്ന വേദങ്ങൾ വീട്ടിൽ വെച്ച് അബ്ബ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടും എൻ്റെ മോളെ, നിന്റെ തല തിരിഞ്ഞു പോയില്ലോ. തോറയും സങ്കീർത്തന പുസ്തകങ്ങളും പല ഒരു വായിച്ചു പഠിച്ചതുകൊണ്ട് തന്നെയാണ് ഈ നസ്രായൻ നമ്മെ രക്ഷിക്കാനായി ജനിച്ചവനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇമ്മയ്ക്കറിയാമോ, സെൻഹദ്രീനിലെ നിക്കദേമോസ് പോലും നസ്രായന്റെ അടുത്ത് രാത്രികാലങ്ങളിൽ സത്യം തേടാൻ ചെല്ലാറുണ്ടത്രേ. മതനേതാവായ നിക്കദേമോസ് പോലും ഈശോ രക്ഷകനാണെന്ന് വിശ്വാസം വന്നിട്ടുണ്ട്. സീസറിന്റെ ഗവർണറില്ലേ പന്തിയോസ് പിലാത്തോസ്,
അദ്ദേഹത്തിന്റെ ഭാര്യ രഹസ്യമായിട്ടാണെങ്കിലും ഈശോയുടെ ശിഷ്യയാണ്. ഇനിയും ആരുടെയൊക്കെ പേര് വേണം ഇമ്മയ്ക്ക്? നീ എന്തൊക്കെ പറഞ്ഞാലും ആ നസായനെ ഞാൻ വിശ്വസിക്കില്ല. രക്ഷകനാണ് പോലും, രക്ഷകൻ. ഇമ്മ വിശ്വസിക്കും. അല്ലെങ്കിൽ ഇമ്മയുടെ മോൾ ഈ വെറോനിക്ക ഇമ്മയെ വിശ്വസിപ്പിക്കും. അവനോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ. ദൈവത്തോടുള്ള അടിയുറച്ച വിശ്വാസം, സഹോദരങ്ങളോടുള്ള കരുണ, നസ്രായന്റെ കാച്ചിക്കുറുക്കിയ ഈ 2 പ്രമാണങ്ങൾ മോശയുടെ 10 പ്രമാണങ്ങളുടെ ആകത്തുകയല്ലേ ഇമ്മ? മതി മതി മതി, നിർത്ത് നിന്റെ പ്രസംഗം. അബ്ബ വരാൻ സമയായി. പോയി കൈയും കാലും കഴിയിട്ട് വാ. മാരിവ് പ്രാർത്ഥനയ്ക്ക് മണി കൊട്ടിയത് കേട്ടില്ലേ? ഗുരുവിന്റെ വഴിയിൽ എന്താണ് ഇങ്ങനെ തിക്കിത്തിരക്കി നിൽക്കുന്നത്? ഒന്ന് വഴിമാറൂ, ഒന്ന് വഴിമാറൂ. ഗുരുവിനെ പെട്ടെന്ന് തന്നെ ജായറോസിന്റെ വീട്ടിൽ എത്തേണ്ടതാണ്. ഒന്ന് വഴിമാറൂ, വഴിമാറൂ. ആരാണ് എന്നെ സ്പർശിച്ചത്? പറയൂ, ആരാണ് എന്നെ സ്പർശിച്ചത്? റബി, അങ്ങെന്താണ് ഈ പറയുന്നത്? ഈ തിരക്കിൽ ആരാണ് എന്നെ സ്പർശിക്കാത്തത്? എന്നിൽ നിന്നും ശക്തി പ്രവഹിച്ചിരിക്കുന്നു. എന്നെ സ്പർശിച്ചത് ആരാണെന്ന് പറയൂ. നാദാ, എന്നിൽ കനിയണമേ നാദാ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഏയ്, നിൽക്കവിടെ! എങ്ങോട്ടായി തള്ളിക്കയറി വരുന്നത്? ലോകം ഭയക്കുന്ന റോമൻ പട്ടാളത്തിന്റെ അടുത്താണോ നിന്റെ അഭ്യാസം? മാറ്, എനിക്കെന്റെ നാഥന്റെ അടുത്ത് പോകണം. വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. ഇത്ര ധൈര്യമോ? സീസറിന്റെ പട്ടാളം പെണ്ണുങ്ങളുടെ മേൽ കൈവച്ചെന്ന് പറയിപ്പിക്കാതെ കടന്നപ്പോ പെണ്ണേ.
കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മോറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മോറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകി